SFIയെ നിരോധിക്കണം അല്ലെങ്കിൽ സർവകലാശാലയിൽ ഈ വിദ്യാർത്ഥി സംഘടനകളെയൊക്കെ വിലക്കണം അല്ലെങ്കിൽ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം സ്വദേശിയായ ഡോക്ടർ എസ് ഗണപതി ഒരു ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. അതിന്മേൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ച് എല്ലാ സർവകലാശാലയോടെയും, അതായത് കേരളത്തിലെ സർവകലാശാലയിലെ ചാൻസലർമാരോട് റിപ്പോർട്ട് ആരാഞ്ഞു. അങ്ങനെ ആ റിപ്പോർട്ട് സർവകലാശാലയിലെ ചാൻസലർമാരും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും കൂടെ ലോക് ഭവനിൽ ഒരു ചർച്ചയൊക്കെ നടത്തി. അങ്ങനെ ഗവർണർ തന്നെ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഗവർണർക്കും താല്പര്യം സർവകലാശാലകളിൽ SFI എന്ന രാഷ്ട്രീയ പാർട്ടി വേണ്ട, അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ വേണ്ട എന്നതാണ്. കാരണം കൂടുതലായിട്ട് SFI സർവകലാശാലകളിൽ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, SFI എന്ന വിദ്യാർത്ഥി സംഘടന മിക്കപ്പോഴും പലപ്പോഴും അവരുടെ നിലയും വിലയും മറന്ന് അവർ ഏറ്റവും അതിക്രൂരമായി അവർ ഒരു പോത്തിനെ പോലെ അല്ലെങ്കിൽ കാണ്ടാമൃഗത്തെ പോലെ അവർ മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ ഏറ്റവും വലിയൊരു രീതി എന്ന് പറഞ്ഞാൽ മണ്ടയടിച്ച് പൊളിക്കുക, അല്ലെങ്കിൽ ആരുടെയും ശരീരത്തിൽ പെട്രോൾ ഒഴിക്കുക, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിയാണ് അല്ലെങ്കിൽ ഒരു പുരുഷനാണ് എന്നൊന്നും ഒരു മാനുഷിക പരിഗണന കൊടുക്കാതെ പുരുഷന്മാരാണെങ്കിൽ അത് ക്രൂരമായി അവരെ മർദ്ദിക്കുക, അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ അവരുടെ വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറി അവരെ പൊതുമധ്യത്തിൽ അപമാനിക്കുക. അങ്ങനെയുള്ള ഒരു ക്രൂരമായ ഒരു രീതികളാണ് SFI കോളേജ് ക്യാമ്പസുകളിലേക്ക് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ഒരു പ്രശ്നം വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട്.